നമസ്കാരം. പതിരും കതിരും. നെത്തോലി ഒരു ചെറിയ മീനല്ല, ആടൊരു ഭീകരജീവിയാണ് എന്നിങ്ങനെയുള്ള സിനിമാ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗണത്തിലേക്കിതാ സ്വയംഭൻ ഒരു പേര് കൂടി. പിണറായി ഒരു ഭീകരജീവിയാണ്. പിണറായി വിജയൻ്റെ ഭീകരമായ ഏക്ഷനുകൾ അടുത്തുനിന്ന് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്ത ഒരാൾ അത് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് K. സുധാകരനാണ് പിണറായിക്ക് തികച്ചും അനുയോജ്യവും കാലിക പ്രസക്തവുമായ ഒരു വിളിപ്പേര് നൽകി ആദരിച്ചിരിക്കുന്നത്. സുധാകരൻ പിണറായിക്ക് പുത്തൻ പേര് നൽകി ആദരിക്കുമ്പോൾ നേരനിയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെറുതെ ഇരിക്കുമോ? അദ്ദേഹവും കൊടുത്തു നല്ലൊരു പേര്, പൂരം കലക്കി വിജയൻ. ഈ പേരിൻ്റെ പകർപ്പവകാശം സതീശന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പൂരം കലങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ സൈബർ ലോകം ആ നാമകരണം നടത്തിക്കഴിഞ്ഞു. പിണറായിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ വട്ടപ്പേരാണ് ഭീകരജീവി എന്നത്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടൽ നിറയെ കൈകളുള്ള ഭീകരസത്വമായി സുഭദ്ര മാറിയെന്ന് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ ഫിലോമിന നോവൽ വായിക്കുന്ന ഒരു രംഗമുണ്ട്. കുളിസീൻ കാണാനാണ് ആ 4 സംഘം ജനാല വഴി പിടിച്ചു കയറിയത്. ഒരു ഉടലിൽ 4 കൈകൾ. ആകെ കുളിക്കടവായി മാറിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഏറെക്കുറെ ഈ ഭീകരജീവികൾ പിടിച്ചു കയറുന്ന അവസ്ഥ തന്നെയുണ്ട്. ഭീകരജീവിയാണെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ പോലും ഭയക്കുന്ന വിചിത്രമായൊരു വിധി വൈഭവമാണ് പിണറായി വിജയന് ഇപ്പോഴുള്ളത്. ഒരു മുഖ്യമന്ത്രിയെ 2 തലത്തിൽ വീക്ഷിക്കുന്നവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നോക്കുക. K. സുധാകരൻ വലത്തുനിന്ന് നോക്കുമ്പോൾ പിണറായി ഒരു ഭീകരജീവിയാണ്. എന്നാൽ മന്ത്രി ബിന്ദു ഇടത്തുനിന്ന് നോക്കുമ്പോൾ ആളൊരു ജൈവ ബുദ്ധിജീവിയായി പരിണമിക്കുന്നു. മന്ത്രി വീണ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ പിണറായി ക്യാപ്റ്റനായി മാറുന്നു. മന്ത്രി വാസവൻ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ അവതാരമായി കാണപ്പെടുന്നു. മുകളിൽ നിന്ന് നോക്കുന്ന സാക്ഷാൽ ദൈവം തമ്പുരാൻ ഏതു രൂപത്തിലാണ് ഈ അവതാരത്തെ കാണുന്നതെന്ന് ആർക്കറിയാം? ഒരാളെ തന്നെ വ്യത്യസ്തമായ ആംഗിളുകളിൽ പലതായി കാണുന്ന ഒരത്ഭുതം തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരുന്തച്ചൻ നിർമ്മിച്ച കുളം പോലെ ഒരത്ഭുതമാണ് പിണറായി. പെരുന്തച്ചൻ കുളം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ കരക്കാർ തമ്മിൽ തർക്കമായി. ഒരു കൂട്ടർക്ക് ചതുരാകൃതി വേണം, മറ്റൊരു കൂട്ടർക്ക് ത്രികോണം വേണം, ഇനിയൊരു കൂട്ടർക്ക് വൃത്താകൃതി മതി. കുളം തീർന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. പരസ്പര വിരുദ്ധമായ 3 ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കുളമാണ് പെരുന്തച്ചൻ നിർമ്മിച്ചത്. കുളത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ 3-ൽ ഒന്നുമായിരുന്നില്ല. വളരെ ക്രമരഹിതമായ ഒരു രൂപമായിരുന്നു അത്. ഒരു മിഥ്യ സൃഷ്ടിക്കുകയും ഓരോ വശത്തു നിന്നും നോക്കുന്ന കാഴ്ചക്കാരെ കബളിപ്പിക്കുകയുമാണ് പെരുന്തച്ചൻ ചെയ്തത്. ഇതുപോലെ ഓരോ വശത്തു നിന്നും നോക്കുന്ന കാഴ്ചക്കാരെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ മിഥ്യയാണോ ഈ മുഖ്യമന്ത്രി? ആരാധകരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇത്രയേറെ വിളിപ്പേരുകൾ വാങ്ങിക്കൂട്ടിയ ഒരു മുഖ്യമന്ത്രി ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. നാടു ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി പഠിക്കൂ നമ്പൂരി എന്നൊക്കെ വിമോചന സമരക്കാർ EMSനെ നോക്കി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എങ്കിലും ഇരട്ടപ്പേരുകളൊന്നും EMSന് കിട്ടിയിട്ടില്ല. K. കരുണാകരനെ കരിങ്കാലി എന്നും സ്കൂൾ കുട്ടികൾ വരെ വിളിച്ചിട്ടുണ്ട്. അതിലും വലിയ കരിങ്കാലിപ്പണി കാണിച്ചവരൊക്കെ പിന്നീട് അന്തസ്സോടെ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ നേടുകയും ചെയ്തു. നെൽകർഷകരുടെ കുലം അന്യം നിന്ന് പോകാതിരിക്കാൻ 4-5 വാഴകൾ വെട്ടിയ വകയിൽ VSനെ വികസന വിരോധി എന്ന് വിളിച്ചെങ്കിലും പ്രകൃതി സ്നേഹികൾക്കും പരിസ്ഥിതിവാദികൾക്കും ഒരാവേശമായിരുന്നു VS. ഇവർക്കൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിയാത്തത്ര വെളിപ്പേരുകൾ സ്വന്തമാക്കി പിണറായി വിജയൻ. അങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ്. പൂരം കലക്കിയേക്കാൾ നല്ലൊരു പേര് പണ്ടേ കിട്ടിയിട്ടുണ്ട്, വിളക്കൂതി വിജയൻ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയാറുണ്ട്. വയനാട്ടിൽ ചെന്നപ്പോൾ പേര് മാറി അന്നം മുടക്കി വിജയനായി. കൊല്ലത്ത് പോയി പണ്ട് കൊടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്നുണ്ട്. അവർക്കാർക്കെങ്കിലും ഇത്രയും എണ്ണിയാലൊടുങ്ങാത്ത ഇരട്ടപ്പേരുകൾ ഉണ്ടോ? K. സുധാകരൻ നോക്കി നിൽക്കുമ്പോൾ ഇരട്ടച്ചങ്കും ഉടൽ നിറയെ കൈകളും എകിറും പല്ലുമുള്ള ഭീകരജീവിയായി മാറുകയാണ് പിണറായി വിജയൻ. ആ രൂപം കാണിക്കുന്ന പ്രത്യേക ഏക്ഷൻ കണ്ട് വിറയ്ക്കുകയാണ് സുധാകരൻ. രാത്രി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കുമ്പോൾ കൺമുമ്പിൽ വെളുത്ത പുക മാത്രം, ഉള്ളിൽ നിന്നും ഒരട്ടഹാസം.